വീണ്ടും നമ്മൾ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കേരള സർവകലാശാലയിൽ പോര് തുടരുന്നു. വൈസ് ചാൻസലറുടെ വിലക്ക് ലംഘിച്ച് രജിസ്ട്രാർ അനിൽകുമാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തും. അനിൽകുമാറിന്റെ അവധി അപേക്ഷ ഇന്നലെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ തള്ളിയിരുന്നു. ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ഇന്ന് സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തും. സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്ന എസ്എഫ്ഐ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, പ്രതിഷേധം അനുദിനം കടുത്തുകൊണ്ടിരിക്കുകയാണ്. എസ്എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും വലിയ പ്രതിഷേധം ഇന്നും നടക്കും എന്നുള്ളതാണ്. സർവകലാശാല ആസ്ഥാനത്തേക്കും പ്രതിഷേധമുണ്ട്. അതോടൊപ്പം രാജ്ഭവനിലെ മുന്നിലേക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ഉണ്ട്. അതിനിടയിൽ ഈ VC രജിസ്ട്രാർ പോര് കടുക്കുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. VCയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി എത്തുമ്പോൾ അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കില്ലേ? തീർച്ചയായും ആര്യ, ഇത്തരത്തിൽ ഉള്ളൊരു സാഹചര്യം ഈ ഭാരതാംബയിൽ ആരംഭിച്ച് പിന്നീട് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു പോരാട്ടം, പിന്നെ അത് ഉദ്യോഗസ്ഥ തലത്തിലേക്കും വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു പ്രശ്നം, അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രതിസന്ധിയായി ഈ ഒരു ഗവർണർ വിഷയവും മാത്രമല്ല VCയുമായി നിൽക്കുന്ന ഒരു വിഷയമെല്ലാം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ഒരു രജിസ്ട്രാറെ പുറത്താക്കിക്കൊണ്ടുള്ള സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം ചേരുകയും അതിൽ നിന്ന് ഈ ഒരു സസ്പെൻഷൻ നടപടി പിൻവലിക്കുകയും അതിനുശേഷം അവധിക്കുള്ള അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു രജിസ്ട്രാർ. പക്ഷേ സസ്പെൻഷനിൽ തുടരുകയാണ്. VCയുടെ അഭിപ്രായം, VCയുടെ നിലപാട് ഇത്തരത്തിൽ രജിസ്ട്രാർ ഇങ്ങനെയുള്ളൊരു സസ്പെൻഷനിൽ തുടരുകയാണ്. അതിന് ഈ പിൻവലിച്ചുകൊണ്ടുള്ള നടപടി സാധൂകരിക്കാൻ കഴിയില്ല എന്നൊരു തരത്തിലായിരുന്നു VCയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അവധി അപേക്ഷ നിരസിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് അദ്ദേഹം ഈ ഒരു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. അതിനൊപ്പം തന്നെ VCയുടെ ഒരു മുന്നറിയിപ്പുണ്ട്. ഇത്തരത്തിൽ സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് VC നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇതിനൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഈ രജിസ്ട്രാറെ ഭാഗം അനുകൂലിച്ചുകൊണ്ട് ഈ രംഗത്തെത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മുൻപത്തെ ദിവസം നടന്ന SFIയുടെ മാർച്ചും വളരെയധികം സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് DYFIയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രാജ്ഭവനിലേക്ക് SFI മാർച്ച് നടക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന മാർച്ചുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറിയും മറ്റ് 30ഓളം SFI പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. അത്തരത്തിൽ ഒരു രാഷ്ട്രീയപരമായും മറ്റ് ഗവർണർ എന്നതിലുപരി വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉദ്യോഗമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് ആര്യ. സാരംഗ, അതായത് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രതിഷേധങ്ങൾക്കപ്പുറമുള്ള രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ സർവകലാശാല ആസ്ഥാനത്ത് കണ്ട തരത്തിലുള്ള വലിയ സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ ചെന്നെത്തിയേക്കാം ഇന്ന് എന്നതല്ലേ നില. കാരണം അതായത് VC മോഹനൻ കുന്നുമ്മൽ അവധിയിലായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് സർവകലാശാലയിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതയുണ്ട്. രജിസ്ട്രാർ എന്തായാലും എത്തുന്നുണ്ട്, സസ്പെൻഷനിലായ രജിസ്ട്രാർ. അതിനപ്പുറം VC പുതുതായി നിയമിച്ച പുതിയ രജിസ്ട്രാർ, അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഔദ്യോഗികമായ ചുമതല ഏറ്റെടുക്കാൻ ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സാധിച്ചിട്ടില്ല. അവർ കൂടി എത്തുകയാണെന്നുണ്ടെങ്കിൽ സാഹചര്യം കൂടുതൽ വഷളാകും എന്ന് വേണ്ടേ നമ്മൾ പ്രതീക്ഷിക്കാൻ? തീർച്ചയായും. കാരണം ഇനി VCയെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന തരത്തിലുള്ള ഒരു ഭീഷണി അടക്കം മുഴക്കിയായിരുന്നു കഴിഞ്ഞതിന് മുന്നത്തെ ദിവസം നടന്ന SFIയുടെ പ്രതിഷേധത്തിൽ നേതാക്കൾ അറിയിച്ചത്. അതായത് ഇത്തരത്തിൽ താൽക്കാലിക VCമാരെ ഇവിടെ ഇങ്ങോട്ട് കയറ്റില്ല എന്ന തരത്തിൽ, അതായത് സ്ഥിരം VCകൾ വേണം. ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങൾ, അതായത് വിദ്യാർത്ഥികൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാർത്ഥികൾ നേരിടുന്ന പല പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയായിരുന്നു SFIയുടെ പ്രതിഷേധം. ഈ രജിസ്ട്രാർക്ക് മുൻപേ തന്നെ SFI പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഭരണഘടനയുടെ കോപ്പി നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ ഒരു തവണ ഈ തരത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അത് കൈപ്പറ്റുകയും ചെയ്തിരുന്നു അദ്ദേഹം. അത്തരത്തിൽ രജിസ്ട്രാറുടെ ഭാഗം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയും ഇത്തരത്തിൽ VCയും ഇത്തരത്തിലുള്ള ഈ താൽക്കാലിക VCയും ഒപ്പം തന്നെ രജിസ്ട്രാർ, അതായത് ഈ സസ്പെൻഷനായ ഉദ്യോഗസ്ഥന് പകരം നിയമിച്ച ഈ രജിസ്ട്രാർ അടക്കമുള്ള എല്ലാവരും ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം SFI DYFI ആണ് ഇന്ന്
ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസും മറ്റ് സന്നാഹങ്ങളും അവിടെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു കൂടുതൽ ഈ വിഷയം കൂടുതൽ ഗൗരവപരമായ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ പോലീസ് മുൻകരുതലുകൾ നിലവിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഒരു VC എന്ന് എത്താനുള്ള സാധ്യത കൂടി പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ VCക്കെതിരെയും ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രജിസ്ട്രാറുടെ പക്ഷം ചേർന്നുകൊണ്ട് DYFIയും മറ്റും പ്രതിഷേധം കനപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും സർവകലാശാല ആസ്ഥാനം ഇന്നും പ്രതിഷേധ കളമാകും എന്നതിൽ ഒരു സംശയവുമില്ല എന്നതാണ് സാഹചര്യം. DYFIയുടെയും SFIയുടെയും പ്രതിഷേധ സമരത്തിന് അവർ മുൻകൂട്ടി തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. SFIയുടെ പഠിപ്പ് മുടക്കാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം. മാത്രമല്ല രാജ്ഭവനിലെ മുന്നിലേക്ക് കൂടി ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ പ്രതിഷേധ മാർച്ചൊക്കെ നടക്കും. അതിനിടയിലാണ് ഈ VC രജിസ്ട്രാർ പോരുകൂടി കടുക്കുന്നത്. സസ്പെൻഷനിലായ രജിസ്ട്രാർ കൂടി ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ VC കൂടി എത്തിയാൽ അത് കൂടുതൽ സാഹചര്യം സംഘർഷഭരിതമാക്കും എന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഈ ഘട്ടത്തിൽ. സ്കൂൾ സമയമാറ്റത്തിനെതിരായ സമരത്തിൽ സമസ്തയിൽ ഭിന്നത. സർക്കാരിനെതിരായ സമരം ലീഗ് സ്പോൺസേഡ് എന്ന് ലീഗ് വിരുദ്ധ വിഭാഗം. ഇന്ന് കോഴിക്കോട് നടക്കുന്ന മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമരസംഗമത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിൽക്കും. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഇത് മദ്രസ സമയത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കും, പഠനത്തിലൊരു പ്രശ്നമുണ്ടാക്കും ഈ സ്കൂൾ സമയമാറ്റം എന്ന വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് പ്രതിഷേധത്തിന് സമസ്ത ഒരുങ്ങുന്നത്. പക്ഷേ അപ്പോഴും ഒരേ സ്വരത്തിൽ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ സമസ്തയ്ക്ക് സാധിക്കുന്നില്ല എന്നതല്ലേ സാഹചര്യം? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടി വരുന്നത്. കാരണം ഈ സംസ്ഥാനത്തെ സ്കൂളുകളുടെ സമയം മാറ്റം മദ്രസ പഠനത്തെ സാരമായി ബാധിക്കും എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ സമസ്തയിലുണ്ടായിരുന്നു. ഇതിന്റെ പ്രകാരം സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൈമാറി 2 വട്ടം ഇതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തു. എന്നാൽ ഇതിന് ശേഷവും കാര്യത്തിലൊരു തീരുമാനമാവുന്നില്ല എന്ന് ആരോപിച്ചാണ് ഈ സമസ്തയുടെ പോഷക സംഘടനയായ സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. സർക്കാരിനെതിരായുള്ള സമരപ്രഖ്യാപനമായി ഈ യോഗത്തെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ ഊന്നി വരും ദിനങ്ങളിലും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുന്നതിനുള്ള ഒരു തീരുമാനമാണ് നേരത്തെ തന്നെ ഈ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ മുസ്ലിം ലീഗിലെ തന്നെ സമസ്തയിൽ തന്നെ മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗമുണ്ട്. ഈ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് ലീഗിന്റെ പിന്നിലുള്ള അല്ലെങ്കിൽ ലീഗിന് വലിയ അപ്രമാദിത്വമുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് സർക്കാരിനെതിരായ ഒരു സമരപ്രഖ്യാപനം ഒരു ലീഗ് സ്പോൺസേഡ് സമരമാണ് എന്നൊരു വിലയിരുത്തലാണ് ഈ സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗത്തിന് ഉള്ളത്. അവർ പറയുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തി. ഇതിൻ്റെ ഒരു തുടർ ചർച്ചകൾ ഇനി നടക്കാനിരിക്കുന്നു. മറ്റു തരത്തിലുള്ള ഒത്തുതീർപ്പ് ഫോമുലകൾ ഉരുത്തിരിയാനൊക്കെയുള്ള സമയമുണ്ട്. അതിനുള്ള സമയം സർക്കാരിന് നൽകിയ ശേഷം മാത്രമേ ഒരു സമരത്തിലേക്ക് എടുത്തു ചാടേണ്ടതുള്ളൂ. മറിച്ച് വളരെ പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നത് ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഈ തീരുമാനം പിൻവലിപ്പിച്ചു എന്ന പ്രതീതി വരുത്താനാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഒപ്പം ഈ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും അടക്കമുള്ളവയാണ് ഈ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ LDF സർക്കാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറ്റവും മേന്മയേറിയ കാര്യങ്ങളായി ഉയർത്തി പറയുന്നത്. അതിൽ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിലവിൽ തന്നെ UDF പ്രതിഷേധ സമരത്തിലാണ്. വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ നടന്നു വരുന്നത്. അടുത്തത് കേരള മോഡലായി CPM ഉയർത്തിക്കാട്ടിയിരുന്നത് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളാണ്. പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തിയെന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അടുത്ത വിഷയമായി UDF ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അതിനൊരു വഴിമരുന്നിടുന്നതാവും ഈ സമരം എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ലീഗ് വിരുദ്ധരായ ആളുകൾക്കുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചർച്ചകളിലൂടെ തീരുമാനം പരിഹരിക്കപ്പെടും എന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. പക്ഷേ ആ ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള അന്തരീക്ഷം കലുഷിതമാക്കുന്നതാണ് ഇത്തരമൊരു നീക്കമെന്ന് ഇവർ ആരോപിക്കുകയും ചെയ്യുന്നു. എന്തായാലും മറ്റു ചില പ്രശ്നങ്ങൾ കൂടി നിലവിൽ ഈ സമസ്തയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതിൽ ഈ മഹല്ല് ഫെഡറേഷനും ഈ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനൊക്കെയാണ് ലീഗ് പൂർണ്ണമായി കൈയടക്കിയിരിക്കുന്ന പോഷക സംഘടനകൾ. ഇതിൽ തന്നെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പിൽ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വെട്ടി, അതായത് അദ്ദേഹത്തെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്തു നിന്നും മാറ്റി മറ്റൊരാളെ ഈ സ്ഥാനത്തേക്ക് ഈ മുഷാവറ അംഗം കൂടിയായ MT അബ്ദുള്ള മുസ്ലിയാരെ നിയോഗിച്ച് എന്നടക്കമുള്ള ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഈ ഭരണഘടന അനുസരിച്ച് ഈ മഹല്ല് ഫെഡറേഷൻ്റെ റിട്ടേണിംഗ് ഓഫീസറായി വരേണ്ടത് സമസ്ത അധ്യക്ഷനാണ്. പക്ഷേ അത് മറികടന്നുള്ള പുതിയ നീക്കങ്ങളിലേക്ക് ലീഗ് അനുകൂലികൾ കടക്കുന്നു എന്ന ചില ഭിന്നതകളും അല്ലെങ്കിൽ അത്തരം ചില വിമർശനങ്ങളും ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ വിഷയത്തിലും, അതായത്
അതായത് സമയമാറ്റവുമായി ബന്ധപ്പെട്ട തിടുക്കപ്പെട്ടുള്ള സമരപ്രഖ്യാപനത്തിലും സമസ്തയ്ക്കുള്ളിൽ അതൃപ്തി പുകയുന്നത്. അനീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമസ്തയ്ക്കുള്ളിലെ ഭിന്നത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറനീക്കി വരുന്നു എന്നത് സാഹചര്യം. അതിനപ്പുറം ഇപ്പോൾ നേരത്തെ ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു എതിർ സ്വരം ഉയർന്ന ഘട്ടത്തിൽ സർക്കാർ പറഞ്ഞ ഒരു കാര്യം, ചർച്ചയ്ക്ക് തയ്യാറാണ്, ആവശ്യമായ മാറ്റങ്ങൾ ഈ ചർച്ചയ്ക്കൊടുവിൽ വേണ്ടിവരികയാണെങ്കിൽ അത് നടപ്പാക്കാനും തയ്യാറാണ് എന്ന തരത്തിലൊരു അനുകൂലമായ തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ ഇതിപ്പോൾ പ്രതിഷേധവുമായി സമസ്ത രംഗത്തേക്ക് എത്തുമ്പോൾ ഒരു വിഭാഗം മാറി നിൽക്കുന്നു എന്നത് ഈ സമരം അത് അത്രത്തോളം ശക്തിയാക്കില്ല അല്ലെങ്കിൽ അതിനൊരു ജീവൻ നൽകില്ല എന്ന ഒരു സാഹചര്യം കൂടിയില്ലേ, അത് വിലപ്പോകില്ല എന്നൊരു സാഹചര്യം കൂടിയില്ലേ? പക്ഷേ അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല. കാരണം ഈ നേരത്തെ കഴിഞ്ഞ ദിവസം ഈ സമരം വിശദീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അന്ന് ഈ മദ്രസ ബോർഡിൻ്റെ അല്ലെങ്കിൽ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ നേതാക്കൾ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് ചില വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളുണ്ടായിരുന്നു. അന്നും ഇതുപോലുള്ള സമയമാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പ്രക്ഷോഭത്തിലൂടെ ആ സമയമാറ്റത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് മതമില്ലാത്ത ജീവൻ എന്ന പേരിൽ പാഠപുസ്തകത്തിലെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുകയും അത് മതനിരാസത്തെ കൂടുതലായി ഊന്നൽ നൽകുകയും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ ഉയരുകയും സർക്കാരിന് വലിയ പ്രതിസന്ധിയായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ മതമില്ലാത്ത ജീവൻ്റെ കാലത്തെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് കേരളം വീണ്ടും നീങ്ങും എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകിയത്. അതായത് കേവലം ഒരു സമരപ്രഖ്യാപനത്തിലോ അല്ലെങ്കിൽ സമരത്തിലോ ഒതുങ്ങില്ല. ഈ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ട് തള്ളി നീക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ലീഗ് അനുഭാവമുള്ള സംഘടനയാണ് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. പക്ഷേ അടുത്തപടിയായി ഈ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റ് സമരമുറകളുമായി മുന്നോട്ട് പോകും. അപ്പോൾ ലീഗിൻ്റെ ഒരു പിന്തുണ വേണ്ടിവരും, UDFിൻ്റെ ഒരു പിന്തുണ വേണ്ടിവരും. അങ്ങനെയെങ്കിൽ സമരം ഈ സമസ്തയിലെ ഒരു വിഭാഗത്തിന് പിന്തുണയില്ലെങ്കിൽ പോലും വലിയ ഒരു സമരമായി മാറാനുള്ള സാധ്യതകൾ ഇപ്പോഴേ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവും എന്നതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കാരണം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമയമാറ്റം വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പറയുമ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു മറുപടി ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ്. കുട്ടികൾക്ക് കൂടുതൽ സമയം, ഒരു നിശ്ചിത സമയക്രമം അധ്യയനത്തിനായി ലഭിക്കേണ്ടതുണ്ട്. അതിന് സമയമാറ്റമല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു സമരപ്രഖ്യാപനത്തിൽ തുടങ്ങി പിന്നീട് ഈ വിഷയം വലിയ ഗൗരവമുള്ള വിഷയമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. അറിയാം. യെസ്, MS സനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും സ്കൂൾ സമയമാറ്റത്തിനെതിരായ സമരത്തിൽ നിന്ന് സമസ്തയിൽ പക്ഷേ ഒരു ഭിന്നത ഉണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം എന്നതുകൂടിയാണ്. സർക്കാരിനെതിരായ സമരം ലീഗ് സ്പോൺസേഡ് എന്ന് ലീഗ് വിരുദ്ധ വിഭാഗം അഭിപ്രായപ്പെടുകയാണ്. ഇന്ന് കോഴിക്കോട് നടക്കുന്ന മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമരസംഗമത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിൽക്കും എന്നതാണ് സാഹചര്യം. മടങ്ങിയെത്താം നമുക്ക് ഇടവേളയ്ക്ക് ശേഷം. കാനഡയിൽ പരിശീലനത്തിനിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി അടക്കം 2 വിദ്യാർത്ഥി പൈലറ്റുകൾ മരിച്ചു. കൊച്ചി തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷും സഹപാഠി സാവന്ന മെയ് റോയിയുമാണ് മരിച്ചത്. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നമ്മളെ തേടിയെത്തിയത്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതാണ് അധികൃതർ പങ്കുവെക്കുന്ന വിവരം. അധികൃതരുടെ ഭാഗത്തു നിന്നും അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരം ഇതുവരെയും നൽകിയിട്ടില്ല എന്നാണ് ഈ വീട്ടുകാർ, അതായത് ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അതായത് അനൗദ്യോഗികമായി ഇന്നലെ ഉച്ചയോടുകൂടി അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിരുന്നത് അവരുടെ സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞിട്ടാണ് അറിഞ്ഞിരുന്നത്. ഇങ്ങനെ, അതായത് പരിശീലന പറക്കലിനിടെ 2 വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപകടമുണ്ടായത് എന്ന് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞതിൽ നിന്ന് മാത്രമുള്ള വിവരമേ ഉള്ളൂ വീട്ടുകാർക്ക്. അതേസമയം അതായത് 2 വിമാനങ്ങൾ ഒരേ സമയം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. ആ ലാൻഡിങ്ങിനിടെ ഉണ്ടായ ക്രാഷാണ് ഇതിലേക്ക് വന്നത്
വന്നത്, ഈ അപകടത്തിലേക്ക് വന്നതും ആ അപകടമുണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ രണ്ടുപേരും മരണത്തിലേക്ക് പോയി എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇന്നലെ വൈകുന്നേരം 5:30 കൂടിയാണ് ഈ അധികൃതരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ കുട്ടി മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്. അത് ഔദ്യോഗികമായി വൈകുന്നേരം 5:30 കൂടിയാണ്. അതേസമയം ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ അപകടം ഉണ്ടായതെന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ അത്തരം കാര്യങ്ങളൊന്നും ഇവർ ഇൻഫോം ചെയ്യുന്നില്ല. അത് ഈ കാനഡയുടെ നിയമത്തിന് വിരുദ്ധമാണ്. അതായത് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നതോ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതോ അത്തരം നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് അവരുടെ ചട്ടം. അതിനനുസരിച്ച് അവിടെയുള്ള കുട്ടികൾ പോലും അത്തരത്തിൽ അവരോട് റിയാക്ട് ചെയ്യുന്നില്ല. അതേസമയം ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന 1-2 കുട്ടികളുടെ നൽകിയിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാവ്സ് എയർ പൈലറ്റ് ട്രെയിനിങ് സ്കൂളിൽ നിന്നാണ് ഇങ്ങനെ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതായത് ഈ ട്രെയിനിങ് നടത്തുന്നത് നേരത്തെ തന്നെ പ്രൈവറ്റ് ലൈസൻസ് ഓൾറെഡി ലഭിച്ചിരുന്നതാണ് ശ്രീഹരിക്ക്. അതേസമയം അതായത് ബാക്കിയുള്ള അതായത് ഹെവി വെഹിക്കിൾ എടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പറക്കലായത് പരിശീലനത്തിലായത് ഫ്ലൈയിങ് അവേഴ്സ് ഏതാണ്ട് പൂർത്തീകരിച്ചിരുന്നു. അതിനോട് അടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഇരുന്ന ഈ പറക്കലിനിടെയാണ് 2 വിമാനങ്ങൾ ഒരേ സമയം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അത് അങ്ങനെ സാങ്കേതികമായി സംഭവിച്ച പിഴവാണോ അതോ അത്തരത്തിലവരെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അതായത് കൂടുതൽ എക്വിപ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായാണോ എന്നുള്ള കാര്യം വീട്ടുകാർക്ക് വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും ഒരു വിമാനത്തിൻ്റെ മുകളിലായി മറ്റൊന്ന് വന്ന് വീഴുന്ന തരത്തിലായിരുന്നു അപകടം. ഈ വീട്ടുകാർക്ക് ഇപ്പോൾ ഈ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിക്കാൻ, ഈ ഏവിയേഷൻ പരിശീലന ആളുകളുമായിട്ട് സംസാരിക്കാൻ, കാനഡയിലുള്ള അധികാരികളുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മാത്രമല്ല ശ്രീഹരിയുടെ മൃതദേഹം ഇനി നാട്ടിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ തുടരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനമൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതായത് കേന്ദ്രമന്ത്രിമാരടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിക്കും ഈ വിഷയം വീട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം അവരെ സംബന്ധിച്ചിട്ട് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ അമ്മാവൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇനിയുള്ള അവരെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മൃതദേഹം ഇവിടെ എത്തി അതിനുള്ള ചടങ്ങുകൾ, ബാക്കിയുള്ള ചടങ്ങുകൾ നടത്തുക എന്നുള്ളതാണ്. അത് എത്രയും വേഗത്തിലാക്കാനുള്ള നീക്കങ്ങൾ ആലോചിക്കണം. അതല്ലെങ്കിൽ അതിനുള്ള എത്രയും വേഗമുള്ള നീക്കങ്ങൾ ഉണ്ടാകണം എന്നുള്ള അപേക്ഷയുണ്ട് വീട്ടുകാർ. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഹൈബിയുടെ എംപിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ജയശങ്കർ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇവർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ഇവർ രണ്ടുപേരുമായിട്ടും അവരുടെ ഓഫീസ് വഴിയും ഇതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എത്രയും വേഗം ശ്രീഹരിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക, തുടർന്നുണ്ടാകുന്ന ചടങ്ങുകൾ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ വീട്ടുകാരുടെ ലക്ഷ്യം. അതാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ശ്രീഹരിയുടെ അമ്മയുടെ സഹോദരനാണ് ദീപേഷ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. കാരണം നിയമപരമായി കാനഡയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത അതോറിറ്റി അത് പുറത്തുവിടില്ല. എന്ത് സംഭവിച്ചതാണ് എന്ന് പോലുമുള്ള കാര്യത്തിൽ ഒരുപക്ഷെ വ്യക്തത ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഈ അപകടമുണ്ടായി 2 കുട്ടികൾ മരിച്ചു എന്നുള്ളത് കാനഡയിലെ മീഡിയകളിലൊക്കെ വാർത്തകൾ വന്നിരുന്നതാണ്. എന്നിരുന്നാൽ പോലും അത് ആരാണെന്നോ അവരുടെ ഡീറ്റെയിൽസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കുടുംബത്തിന് അനൗദ്യോഗികമായി ഇങ്ങനൊരു അറിയിപ്പ് കിട്ടുന്നത്. അതായത് ഇങ്ങനെ പ്ലെയിൻ ക്രാഷ് ഉണ്ടായി, അതിൽ ഈ പറയുന്നത് പോലെ 2 കുട്ടികൾ ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ള വിവരം ലഭിക്കുന്നത് അങ്ങനെയാണ്. അതിനുശേഷമാണ് വൈകുന്നേരം 5:30 കൂടിയാണ് ഈ കാനഡയിലെ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ശ്രീഹരിയാണ് മരിച്ചത് എന്നുള്ള വിവരവും അറിയിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു വിവരം കുടുംബത്തിൽ ലഭിച്ചിട്ടില്ല. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളും സഹപാഠികളും കൂടിയായിരുന്ന 1-2 കുട്ടികളിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളോട് കുടുംബം ഷെയർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു പൈലറ്റ് ആവുക എന്ന വലിയ സ്വപ്നവുമായി കാനഡയിലേക്ക് പറന്നതാണ് ശ്രീഹരി. വലിയ ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു. വലിയ ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ് ഇത്. കേൾക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. എത്ര കാലം മുമ്പാണ് ശ്രീഹരി കാനഡയിലേക്ക് പോയത്? 1.5 വർഷം മുൻപാണ് ഇതുമായി പഠനവുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തിയിരുന്നതാണ്. അതായത് പ്രൈവറ്റ്
വാഹനങ്ങൾ പ്രൈവറ്റ് ഫ്ലൈറ്റുകൾ ഓടിക്കാനുള്ള ലൈസൻസ് ശ്രീഹരി നേടിയിരുന്നു. അത് മാത്രമല്ല അത് കൂടുതൽ ഈ പറയുന്നത് പോലെ അവരുടെ കരിയർ വൈസ് കൂടുതൽ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ഇത്ര മണിക്കൂർ ഫ്ലൈറ്റ് പറത്തണമെന്നുള്ള നിബന്ധനയുണ്ട്. അതും കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കാത്തിരുന്ന ആളാണ് ശ്രീഹരി. ആ പരിശീലന പറക്കലിനിടെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അത് 2 കുട്ടികളാണ്. ഈ 2 കുട്ടികളെയും ഒരേ സമയം ലാൻഡ് ചെയ്യാൻ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യം പോലും, അതായത് ഇത് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ട എന്ന സാഹചര്യം, അത് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഉന്നയിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ പറയുന്നത് പോലെ നിയമം വ്യത്യസ്തമാണ്. കാനഡയുടെ നിയമം വേറൊന്നാണ്. ഒരു പക്ഷേ അവരുടെ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട് അത് രാജ്യത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഒക്കെ ഷെയർ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിട്ട് ക്രൈമാണ്, അതല്ലെങ്കിൽ നിയമവിരുദ്ധമാണ്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തു കൊണ്ടാണ് ഇതിനകത്ത് എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ ആര്യ സൂചിപ്പിച്ചതുപോലെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൃതദേഹം ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള അടിയന്തര നടപടികളുണ്ട്. പക്ഷേ ഫോറിൻ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാനുള്ള അവകാശം കുടുംബത്തിനുള്ളത് കൊണ്ടും അതിൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു തരത്തിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീഹരിയുടെ അമ്മാവൻ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ സഹോദരിയുടെ മകനാണ് ശ്രീഹരി. കാനഡയിലായിരുന്നു. അവിടെ മിനറ്റോബ എന്ന് പറഞ്ഞ സ്ഥലത്ത് 1.5 വർഷമായി പോയിട്ട്. അപ്പോൾ അവിടെ പൈലറ്റ് ട്രെയിനിങ്ങിനായിട്ട് പോയതാണ്. അപ്പോൾ പ്രൈവറ്റ് ലൈസൻസ് കിട്ടിയിരുന്നു. പ്രൈവറ്റ് പ്ലെയിൻസ് ഫ്ലൈ ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിരുന്നു. അപ്പോൾ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടാനായിട്ട് ഓൾമോസ്റ്റ് ആവാറായിരുന്നു. ആ ഫ്ലൈയിങ് അവേഴ്സ് കംപ്ലീറ്റ് ആവാറായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇൻഫർമേഷൻ കിട്ടിയത്. മിനിഞ്ഞാന്ന്, അതായത് 8-ാം തീയതി ഇന്ത്യൻ ടൈം വൈകുന്നേരം 7 മണിയോടുകൂടി, അവിടുത്തെ സമയം രാവിലെ 8:30, 2 പരിശീലന അതേ ട്രെയിനിങ് അക്കാഡമിയിലെ തന്നെ 2 കുട്ടികൾ പറത്തിയിരുന്ന ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ക്രാഷായിരുന്നു. 2 പേരും സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇൻഫർമേഷൻ വന്നത്. അപ്പോൾ അത് നമുക്കപ്പോൾ അവിടെയുള്ള കുട്ടികൾ വഴി നമ്മൾ ഒരു വിവരം അറിഞ്ഞു എന്നേ ഉള്ളൂ. അതിൻ്റെ കൺഫർമേഷൻ ഇന്നലെ വൈകുന്നേരം 5:30 ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഫ്ലൈയിങ് സ്കൂളിലെ തന്നെ ശ്രീഹരിയുടെ ഇൻസ്ട്രക്ടർ നമ്മളെ വിളിച്ചറിയിച്ചു. അപ്പോൾ ഒരേ സമയം 2 വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണെന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇൻസ്ട്രക്ടർ പറഞ്ഞതും അല്ലാതെ അറിഞ്ഞതും. അപ്പോൾ അതൊരു അബദ്ധം കൊണ്ട് ഒരേ സമയത്ത് വന്നതല്ല. അതെന്തോ ഒരു പ്രത്യേക പരിശീലന പറക്കലിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെ ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നറിയില്ല. നേരിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഒരു വിമാനത്തിൻ്റെ മുകളിൽ മറ്റൊരു വിമാനം വരുന്ന രീതിയിലായിരുന്നു ഈ ലാൻഡിങ്ങിനായിട്ട് അപ്രോച്ച് വരുന്നുണ്ടായിരുന്നത്. മറ്റുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്കറിയില്ല. ഇപ്പോൾ അവിടെയുള്ള ഒരു 1-2 കുട്ടികൾ പറഞ്ഞ വിവരവും പിന്നെ ഇൻസ്ട്രക്ടർ അറിയിച്ച വിവരവും മാത്രമേ നമുക്കുള്ളൂ. കാനഡയിൽ പരിശീലന പറക്കലിനിടെ അപകടത്തിൽ മരിച്ച മലയാളി പൈലറ്റ് വിദ്യാർത്ഥി ശ്രീഹരി സുകേഷിൻ്റെ അമ്മാവൻ ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതാണ് കേട്ടത്. ശ്രീഹരിയുടെ മൃതദേഹം എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ടാണ്. വ്യോമഗതാഗതത്തെയും മഴ ബാധിച്ചു. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, തലസ്ഥാന നഗരി വെള്ളക്കെട്ടിൽ അപ്പാടെ മുങ്ങിയിരിക്കുകയാണ്. ഉത്തരേന്ത്യ ആകെ നോക്കിയാലും ദുരിതപ്പെയ്ത്ത് തുടരുന്നു. മഴക്കെടുതിയും അതിരൂക്ഷമായി ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് തുടരുകയാണ്. ആര്യ, തീർച്ചയായും. പക്ഷേ ഇന്ന് ഇപ്പോൾ ഡൽഹിയിൽ മഴ കുറവുണ്ട്. വെള്ളക്കെട്ടുകളൊക്കെ കുറഞ്ഞു തുടങ്ങുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഇന്നലെ റെക്കോർഡ് മഴയായിരുന്നു ഡൽഹിയിൽ പെയ്തത്. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് 60 mm മഴ ലഭിച്ചു എന്നതാണ് കണക്ക്. അതായത് ഡൽഹിയെ സംബന്ധിച്ച് റെക്കോർഡ് മഴയാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ പല മേഖലകളിലും ഡൽഹിയുടെ നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് അതിശക്തമായിരുന്നു. മെട്രോ ഗതാഗതം വരെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക്
കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. മഴ ഇന്നലെ ഒന്നും ഡൽഹിയിൽ റെഡ് അലേർട്ടുകളോ മറ്റു മുന്നറിയിപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഉച്ചയോട് കൂടിയാണ് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടാകുന്നതും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നതും. അതിനുശേഷം വൈകിട്ടോടുകൂടി അതിതീവ്ര മഴ ഉണ്ടായി. അതേ തുടർന്ന് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീട് വൈകിട്ട് 5:30 ഏകദേശം 8:30 വരെ അതിശക്തമായ മഴ തന്നെയായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നൊക്കെ റെഡ് അലേർട്ടാണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നൊക്കെ അതിശക്തമായ മഴ തുടരും എന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് മഴ കുറവുണ്ട്. ഒപ്പം തന്നെ വെള്ളക്കെട്ട് പല മേഖലകളിലും വെള്ളക്കെട്ട് താഴ്ന്നു തുടങ്ങുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ഇന്നലെയുള്ള ഒരു സാഹചര്യം, ഇന്ന് പുലർച്ചെയൊക്കെയുള്ള ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ഇന്നലെ 6 വിമാനങ്ങൾ റദ്ദാക്കി വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മെട്രോ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നാഷണൽ ഹൈവേയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായി വാഹനങ്ങൾക്ക് മുകളിൽ വരെ വെള്ളമെത്തി നിൽക്കുന്ന അത്രയും ഉയരത്തിൽ വരെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീടുകളിലടക്കം വെള്ളം കയറി. ഇങ്ങനെയൊക്കെയായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഹരിയാനയിലടക്കം ഈ വെള്ളക്കെട്ടും ശക്തമായ മഴയും തുടർന്നു. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ച് ഇപ്പോൾ മഴ കുറവുണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ മഴ മുന്നറിയിപ്പുകളുണ്ട്. ഒപ്പം തന്നെ ജാഗ്രതാ അലേർട്ടുകളുണ്ട്. ഈ എല്ലാ മേഖലകളിലും നിലവിലുള്ള വെള്ളക്കെട്ട് താഴ്ന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ അതേസമയം നഗരത്തിന്റെ പ്രധാന മേഖലകളിൽ നാഷണൽ ഹൈവേ 8 അടക്കമുള്ള മേഖലകളിലൊക്കെ ഇന്നലെ അതിശക്തമായ കനത്ത വെള്ളക്കെട്ട് തന്നെയായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ UDF ഏകോപന സമിതി യോഗം ഇന്ന് കൊച്ചിയിൽ രാവിലെ 10:00 കളമശ്ശേരി ചെക്കോളാസ് കൺവെൻഷൻ സെന്ററിലാണ് UDF യോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ മുഖ്യ ചർച്ചാ വിഷയമാകും. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും UDF യോഗത്തിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. ആജ്ഞ രവീന്ദ്രൻ വീണ്ടും ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗമാണ്. അതിന് അത്തരത്തിലൊരു പ്രാധാന്യമുണ്ട്. അതിനപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പ്രധാന ചർച്ചയാകും യോഗത്തിൽ. ഒപ്പം ഈ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏത് തരത്തിൽ നടക്കും എന്ന ആകാംക്ഷയും രാഷ്ട്രീയ കേരളത്തിനുണ്ട്. ആര്യ, PV അൻവറുടെ UDF പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ട ഇല്ല എന്ന് തന്നെയാണ് തൽക്കാലം UDFിന്റെ തീരുമാനം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ UDF ഏകോപന സമിതി ചേരുമ്പോൾ PV അൻവറിന്റെ UDF പ്രവേശനത്തെപ്പറ്റി ചർച്ച ഉണ്ടാവില്ല. അതേസമയം മുന്നണി വിപുലീകരണത്തെപ്പറ്റി കൂടുതൽ വിശദമായ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ യോഗമാണ്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകൾ, വോട്ട് ബാങ്ക് ഷെയർ ചെയ്തത് എങ്ങനെയൊക്കെയാണ്, ഈ പറയുന്നത് പോലെ ഏതൊക്കെ തരത്തിൽ UDFിൻ്റെ വോട്ടുകൾ ഏതെങ്കിലും മണ്ഡലം പിടിച്ചെങ്കിലും UDFിൻ്റെ വോട്ടുകൾ ഏതെങ്കിലും തരത്തിലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ, അത്തരം കാര്യങ്ങളിലൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ ഉണ്ടാകും. ഈ വിലയിരുത്തൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഓരോ മണ്ഡലത്തിൻ്റെയും ഓരോ തദ്ദേശ ഇടങ്ങളുടെയും സ്ഥിതിഗതികൾ വിലയിരുത്തി അതിനുശേഷം അതിലേക്കുള്ള ഒരു ചർച്ച കൂടി ഉണ്ടാകും. അത് പ്രധാനമായും UDF യോഗം ചേരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല സർക്കാരിനെതിരെയുള്ള പോരാട്ടം, പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഏതൊക്കെ തരത്തിൽ ശക്തമാക്കാം, ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തു വേണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിനെതിരെയുള്ള മറ്റു പ്രതിഷേധങ്ങൾ, അതുപോലെ തന്നെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൽ ഉള്ള UDFിൻ്റെ നിലപാടെന്താണ്, ഇത്തരം കാര്യങ്ങളും ചർച്ചയിൽ വരുമെന്നാണ് അറിയുന്നത്. എന്നാലും 10 മണിക്കാണ് യോഗം ആരംഭിക്കുന്നത്. കാക്കനാട് ചാക്കോളാസ് സെന്ററിലാണ് യോഗം തുടങ്ങുന്നത്. ആര്യ, ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഓട്ടിസം ബാധിച്ച 6 വയസ്സുകാരന് രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനം. കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ടുവെന്നും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചുവെന്നുമാണ് പരാതി. അധ്യാപിക കൂടിയായ നിലമ്പൂർ വടപുറം സ്വദേശിനി ഉമൈറയ്ക്കെതിരെ ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു.
കുട്ടിയുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടിയുടെ ദേഹത്ത് പൊള്ളിയ പാടും മുറിവുകളും കണ്ടത് പ്രകാരം ഞങ്ങൾ ചൈൽഡിന് കംപ്ലയിൻറ്റ് കൊടുത്തു. ആ കംപ്ലയിൻറ്റ് അവർ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു. അത് പ്രകാരം അവർ നമ്മളെ വിളിച്ച് മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് കുട്ടിയുടെ രണ്ടാനമ്മേനെ പ്രാഥമിക അന്വേഷണത്തിൽ അവർ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. രണ്ടാമത് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത ശേഷം അവൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയ അറിവ്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, കണ്ണില്ലാത്ത ക്രൂരതയുടെ ഒരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആദ്യം അതിലേക്ക്. ആര്യ 6 വയസ്സ് ആണ് ഈ ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് ഉള്ളത്. ഇവരുടെ രണ്ടാനമ്മയാണ്. നേരത്തെ ഇവരുടെ അമ്മ ഈ കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. അവർ പെരിന്തൽമണ്ണ അരൂപിംഗ്ല സ്കൂളിലെ അധ്യാപികയായിരുന്നു. അതിനുശേഷം കുട്ടിയുടെ പിതാവ്, ഇപ്പോൾ ഗൾഫിലുള്ള കുട്ടിയുടെ പിതാവ് ഈ ഉമേറിയെ വിവാഹം കഴിച്ചു. തുടർന്ന് അമ്മയുടെ ജോലി, അതായത് അമ്മ ജോലി ചെയ്യുന്ന അതേ സ്കൂളിലെ ജോലി ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർ അവിടെ ആ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. അന്നു മുതൽ തന്നെ ഈ കുട്ടിയുടെ സംരക്ഷണം ആദ്യം ഈ കുട്ടിയുടെ യഥാർത്ഥ അമ്മയുടെ രക്ഷിതാക്കൾക്കായിരുന്നു. പക്ഷേ പിന്നീട് ഈ കുട്ടിയുടെ പിതാവ് കോടതിയിൽ പോയിട്ട് കുട്ടിയുടെ സുരക്ഷിതത്വം താൻ ഏറ്റെടുക്കാം, രക്ഷാകർത്തൃത്വം താൻ ഏറ്റെടുക്കാം, താൻ വളർത്തുമെന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങുകയായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം മാത്രമായിരുന്നു ഈ കുട്ടിയുടെ ഉമ്മയുടെ മാതാപിതാക്കൾക്ക് കുട്ടിയെ കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. കുട്ടി അതിനിടെ ആണ് കഴിഞ്ഞ മാസം ജൂൺ 2-ാം തീയതി സ്കൂളിൽ പോയിട്ട് ഈ കുട്ടിയുടെ ഉമ്മയുടെ രക്ഷിതാക്കൾ കുട്ടിയെ കണ്ടപ്പോൾ കുട്ടിയുടെ ദേഹത്ത് മുറിവുകൾ കാണുന്നു, പരിക്കുകൾ കാണുന്നു. കുട്ടി ഭക്ഷണം വേണ്ട പോലെ കഴിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് ഇവർ നടത്തിയ അന്വേഷണത്തിൽ ഇവർ ആശുപത്രിയിൽ കൊണ്ടുപോയി കുട്ടിയെ പരിശോധിപ്പിക്കുകയും അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിക്ക് മർദ്ദനമേറ്റിരുന്നു, പപ്പടക്കോല് കൊണ്ട് പൊള്ളിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായതാണ്. ഈ ജൂൺ മാസത്തിന് മുൻപുണ്ടായതാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ ഏറ്റ മുറിവുകളുടെ അടയാളങ്ങളൊക്കെ. അതിനുശേഷം ചൈൽഡ് ലൈനിനാണ് ഇവർ പരാതി നൽകിയത്. ചൈൽഡ് ലൈൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി പോലീസിനെ അറിയിക്കുകയും പോലീസ് അതുപ്രകാരം ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസിലെ പ്രതിയായിട്ടുള്ള അധ്യാപിക കൂടിയായിട്ടുള്ള ഉമേറ നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കുള്ള അന്വേഷണം ഊർജിതമാണ്. ചൈൽഡ് ലൈൻ പറയുന്നത് കുട്ടിയുടെ ദേഹത്ത് പരിക്കുകൾ ഉണ്ടായിരുന്നു, മുറിവേറ്റതിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നു. അത് പക്ഷേ കാലപ്പഴക്കം പറയാനാകുകയില്ല. പക്ഷേ കുട്ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാകുന്ന മുറിവുകളാണ് കുട്ടിയുടെ ശരീരത്തിലുള്ളത് എന്നുള്ളത്. കുട്ടിക്ക് ഈ കുട്ടിയുടെ മുത്തച്ഛനാണോ ഈ ചൈൽഡ് ലൈനിനെ ഈ വിവരം അറിയിക്കുന്നതും ഇത്തരത്തിലൊരു പരാതിയിലേക്കൊക്കെ കടക്കുന്നതും? ആദ്യം ഉമ്മയുടെ അച്ഛനായിട്ടുള്ള അബ്ദുൾ സമദാണ് ഈ കുട്ടിയുടെ ദേഹത്ത് മുറിവുകളും മറ്റും കണ്ട് ചൈൽഡ് ലൈനെ ഇക്കാര്യം അറിയിക്കുന്നത്. തുടർന്ന് ചൈൽഡ് ലൈൻ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിക്ക് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്, കുറച്ച് മുൻപുള്ള പരിക്കുകളാണ്, അത് ഇത്തരത്തിലാകാമെന്ന തരത്തിൽ പോലീസിന് റിപ്പോർട്ട് നൽകുകയും അതുപ്രകാരം പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അധ്യാപികയായിട്ടുള്ള ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ കുട്ടിയുടെ മുത്തച്ഛൻ ശ്രീ അബ്ദുൾ സമദ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അബ്ദുൾ സമദ്, നമസ്കാരം. കണ്ണില്ലാത്ത ക്രൂരതയുടെ ഒരു വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ എമ്പാടുമുള്ള മനുഷ്യർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ഈ അധ്യാപിക കൂടിയായിട്ടുള്ള രണ്ടാനമ്മ മർദ്ദിക്കുന്നുണ്ടായിരുന്നു, ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു, പട്ടിണിക്കുന്നുണ്ടായിരുന്നു എന്നതൊക്കെ എപ്പോഴാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ജൂൺ 4-ാം തീയതി ഞങ്ങൾ സ്കൂളിൽ വെച്ച് കുട്ടനെ കാണാൻ വേണ്ടി പോയ അപ്പോഴാണ് ഞങ്ങൾക്കത് അറിയാൻ പറ്റിയത്. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളും പാടുകളും പൊള്ളലേറ്റ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ശരി. അപ്പോൾ ഈ 2 പേർ മാത്രമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്? ഇപ്പോ അവൾക്ക് പിന്നെ ഒരു കുട്ടിയുണ്ട്. ഈ 2 പേരും ഈ 2 കുട്ടികളും അവളിപ്പം താമസിച്ചിരുന്ന ഈ ചെറിയ കുട്ടനെ നോക്കാൻ ഒരു ജോലിക്കാരനെ വെച്ചിരുന്നു അവിടെ അടുത്ത വീട്ടിലെ. കുട്ടിയുടെ അച്ഛന് ഈ വിഷയത്തെക്കുറിച്ച് വിവരമുണ്ടായിരുന്നോ നേരത്തെ? എന്താണ് അദ്ദേഹം പറയുന്നത്? അച്ഛൻ ഇപ്പോ നാട്ടിലില്ലാത്തോണ്ട് അല്ല, പലപ്പോഴായിട്ട് നമ്മൾ ഈ 2 ആഴ്ച കൂടുമ്പോ കുട്ടിനെ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ പലപ്പോഴായിട്ട് പല മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി തരാറില്ല. പിന്നെ നമ്മളോട് ഷൗട്ട് ചെയ്യുക, എന്റെ കുട്ടിയല്ലേ, നിങ്ങൾക്ക് എന്താണ് മുറിവ് പറ്റിയ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഷൗട്ട് ചെയ്യാനാണ് ചോദിച്ചത്. വ്യക്തമായ മറുപടി തരാറില്ല. ഇപ്പൊ എത്ര വർഷമായിട്ട് ഈ കുഞ്ഞ് ഈ അമ്മയ്ക്കൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു? 2023
കേസ് കൊടുത്തു കൊണ്ടുവന്നതാണ്. 4 വയസ്സ് വരെ കുട്ടി നമ്മളെ വീട്ടിലായിരുന്നു. പിന്നീട് അവിടെ പോയതിന് ശേഷം സ്കൂളിലെത്തിയായിരുന്നോ കുഞ്ഞിനെ കണ്ടുകൊണ്ടിരുന്നത്? അവിടെ പോയതിന് ശേഷം 1 വർഷമായിട്ട് കുട്ടിനെ LKG അവർ കൊണ്ടുപോയി ചേർത്തേക്കായിരുന്നു. കുട്ടിക്ക് ഈ ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് എബവ് 80% ഉണ്ട്. കുട്ടിക്ക് സംസാരിക്കാനും പിന്നെ എന്താ വേണ്ടതെന്ന് പറയാനും അല്ലെങ്കിൽ ഭക്ഷണം അത് വേണമെന്ന് കുട്ടിക്ക് പറയാൻ കഴിവില്ലാത്ത കുട്ടിയല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോയി നിർത്തുന്ന അവർക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്. അവള് ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നത്. എൻ്റെ മോള് പോസ്റ്റിലാണ് ഇപ്പൊ ഈ 2ാം അമ്മ സ്കൂളിൽ ജോലിക്ക് കയറിയിരിക്കുന്നത്. എൻ്റെ മോള് കുട്ടിയുടെ ഉമ്മ ടീച്ചറായിരുന്നു. കുട്ടിക്ക് ഉമ്മ 2020 ക്യാൻസർ വന്ന് മരിച്ചതാണ്. ആ സമയത്ത് കുട്ടിക്ക് 1.5 വയസ്സായിരുന്നു. അങ്ങനെ 3 വയസ്സായപ്പോ കുട്ടി സംസാരിക്കാതെപ്പോഴാണ് കുട്ടിക്ക് ഓട്ടീസം ആണെന്നുള്ളത് അറിഞ്ഞത്. അറിഞ്ഞുകൊണ്ട് കുട്ടിയുടെ വാപ്പാനെ വിളിച്ച് അറിയിക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞത് നിങ്ങൾ അതും ഉണ്ടാവും അതിലപ്പുറം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇപ്പൊ ഈടായിട്ട് നമ്മളവിടെ കുട്ടികളെ കൊണ്ടുവരാൻ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ ചീത്ത വിളിക്കും, അനാവശ്യ വാക്കുകളൊക്കെ ഉപയോഗിക്കും. നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മളെ പല പ്രാവശ്യം പിടിച്ച് തള്ളും പിന്നെ ഒക്കെ ചെയ്തതാണ്. പിന്നെ ഇപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചില്ലാണ് സങ്കടം. നമ്മളതാക്കിയത് അതൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നത്. അതെ അതെ. കുഞ്ഞിനാണെങ്കിൽ താൻ അനുഭവിച്ച ആ ദുരന്തത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രൂരതയെക്കുറിച്ചൊന്നും മറ്റുള്ളവരോട് പറയാനും കഴിയാത്തൊരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ കുഞ്ഞിനോട് അച്ഛനും വളരെ സ്നേഹത്തോടുകൂടി ആയിരുന്നില്ല പെരുമാറിയിരുന്നത് എന്നാണോ? കുഞ്ഞിന്റെ വാപ്പ നാട്ടിലുള്ള സമയത്തും കുട്ടിക്ക് ഇതേപോലെ പല പരിക്കുകളും കാണാറുണ്ടായിരുന്നു. നമ്മൾ 2 ആഴ്ച കൂടുമ്പോ കുട്ടിനെ കൊണ്ടുവരുമ്പോ. അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മളെ ചീത്ത പറയല്, എന്റെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചവിട്ടിയത്. നമ്മളെ എന്താണ് എനിക്ക് നഷ്ടം, എടാ പോടാ അല്ലെങ്കിൽ അനാവശ്യം ചാനലിലൊന്നും പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുക മൂപ്പര്. ഇപ്പൊ 4 വയസ്സ് വരെ കുട്ടി താങ്കൾക്കൊപ്പമായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം ഈ അച്ഛന്റെയും 2ാം അമ്മയുടെയും അടുത്തേക്ക് എങ്ങനെയാണ് കുട്ടി പോയത്? അവർ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു? ഈ കുട്ടിക്ക് ഓട്ടിസം ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അമ്മ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ തെറാപ്പിക്ക് കൊണ്ടുപോയിരുന്നു. ഒരു 10 മാസത്തോളം തെറാപ്പിക്ക് കൊണ്ടുപോയി. ആ സമയത്ത് എനിക്ക് ഒരു തെറാപ്പിക്ക് 3 തെറാപ്പി കൂടി ചെയ്യുകയാണെങ്കിൽ 1050 റുപ്യ അവിടെ ബില്ല് കൊടുക്കണം. അതായത് സൈക്കോ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, പിന്നെ വണ്ടി ചാർജ് വേറെയും വേണം. അപ്പൊ ഏകദേശം 1500 റുപ്യ ഡെയിലി ചെലവ് വന്നിരുന്നു. അപ്പൊ എന്റെ മോൾക്ക് സ്കൂളിൽ കെട്ടിവെക്കാൻ വേണ്ടി അവള് സ്വർണം വിറ്റ പൈസ 6 ലക്ഷം റുപ്യ അവരുടെ ജ്യേഷ്ഠനെ ഏൽപ്പിച്ചിരുന്നു. അത് വന്ന് വാങ്ങിച്ചുകൊണ്ടതാണ്. അപ്പൊ ആ പൈസയിൽ കുറേശ്ശെ കുട്ടി തരുകയാണെങ്കിൽ കുട്ടിക്ക് ചികിത്സിക്കാൻ ട്രീറ്റ്മെന്റിനുള്ള പൈസ ആവുമല്ലോ ചോദിച്ചു. ആ പൈസ ചോദിച്ച കാരണം അവര് കേസ് കൊടുത്തു കൊണ്ടേതാ. ഓക്കെ. ഇപ്പം കുട്ടി താങ്കൾക്ക് ഒപ്പമല്ലേ ഉള്ളത്? അപ്പോൾ ഈ ചികിത്സയുടെ കാര്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പരിക്ക് പറ്റി ഇപ്പൊ ഈ സ്കൂളിൽ ചെന്ന് പരിക്ക് പറ്റിയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് 8ാം തീയതി രാത്രി അവന്റെ 2 ജ്യേഷ്ഠന്മാരും 2 പെങ്ങന്മാരും ഒരു അളിയനും കൂടിയിട്ട് ഒരു പെങ്ങളെ ഭർത്താവ് കൂടി കൂട്ടിയിട്ട് രാത്രി 8 മണിക്ക് 9 മണിന്റെ ഇടയിൽ വീട്ടിൽ കൊടുന്നാക്കിയിട്ട് അവർ പോയതാ. ഇപ്പൊ അവര് പറഞ്ഞ് പിന്നെ 20,000 റുപ്യ മാസം തരാന്ന് പറഞ്ഞിരുന്നു. ഒരു പ്രാവശ്യം കഴിഞ്ഞ മാസത്തില് 20,000 റുപ്യ അനുജന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ തരാനുള്ള പൈസയിലേക്ക് അവർ കൂട്ടുന്നത്. ആയിക്കോട്ടെ, തരാനുള്ള പൈസ ആയിക്കോട്ടെ, നമ്മൾ വേറെ ചോദിക്കും. ചെലവിനൊന്നും ഈ 4 വർഷം കുട്ടി നമ്മളെ വീട്ടിലുള്ളപ്പോ ചെലവിനൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായില്ല. ഈ തെറാപ്പിക്ക് ഇത്രയും പൈസ ചെലവ് വന്നപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു വരുന്നത്. കാരണം ഞാൻ നാട്ടിൽ ജോലിയില്ലാതെ നിൽക്കുന്ന ആളാണ്. പിന്നെ മക്കളെ അയച്ചു തന്ന കാശ് കൊണ്ടായിരുന്നു കഴിഞ്ഞു പോകുന്നത്. അപ്പം മോനാണെങ്കിൽ ഇനി അങ്ങോട്ടും ഒരുപാട് ചികിത്സകളൊക്കെ ആവശ്യമുള്ളതാണ്, ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടോ? ഇപ്പൊ അതേ സെന്ററിൽ തന്നെ ഇപ്പൊ 1300 റുപ്യ വേണം 3 തെറാപ്പി കൂടി കൊടുക്കണമെങ്കിൽ. പ്ലസ് 400 റുപ്യ ഓട്ടോ ചാർജോ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എന്റെ പെരിന്തൽമണ്ണക്ക് 9 കിലോമീറ്റർ ദൂരം ഉണ്ട് എന്റെ വീട്ടിൽ നിന്ന്. ഈ കുട്ടീനായിട്ട് ബസ്സിൽ പോയാലും ഞങ്ങൾക്ക് പിന്നെ 80 റുപ്യ ചുങ്കം ജംഗ്ഷനിലേക്ക് ബസ് പോണ സ്ഥലത്തേക്ക് തന്നെ 80 റുപ്യ ഓട്ടോ ചാർജ് കൊടുക്കണം. അപ്പൊ ടോട്ടലി ആകുമ്പോ ഒരു 200 റുപ്യന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോ 400 റുപ്യോളം വരും. മുത്തശ്ശനല്ലാതെ മറ്റാരുണ്ട് ഈ വീട്ടില്? ഇപ്പോൾ കുട്ടിയുള്ള വീട്ടില് ഇപ്പൊ ആരും ആ വീട്ടിലില്ല. വീട് അടച്ചിട്ടിരിക്കുകയാണ്. അവളെ ഞങ്ങൾ സ്കൂളിൽ ചെന്ന് കണ്ട അന്ന് രാത്രി തന്നെ അവളെ വീട്ടിൽ പോയതാണ്. കാരണം പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും സ്കൂളിൽ ചെന്നു.
സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടിയും വന്നിട്ടില്ല, ഈ ഉമേറ എന്ന് പറഞ്ഞ രണ്ടാം അമ്മയും വന്നിട്ടില്ല. ഈ അന്വേഷണം എങ്ങനെയാണ് ഈ കേസിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അന്വേഷണം ഞങ്ങൾ ചൈൽഡിൽ അത് ഈ പിന്നെ 4-ാം തീയതിയാണ് ഞങ്ങളിത് കുട്ടിന്റെ മേത്ത് മുറിപ്പാടും കാണുന്നത്. 5-ാം തീയതി ഞങ്ങള് പിന്നെ 4-ാം തീയതി തന്നെ പിന്നെ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് മറ്റേ അവരുടെ ഒരു നമ്പർ ഉണ്ടല്ലോ 1089 അങ്ങനെയുണ്ട്, അതിൽ വിളിച്ചപ്പോൾ അന്ന് അവിടുന്ന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. പിറ്റേന്ന് വിളിച്ച് കംപ്ലൈന്റ് ആയി. പിന്നെ വെള്ളിയാഴ്ച അതായത് ജൂൺ 6-ാം തീയതി ഞങ്ങൾ അവിടെ നേരിട്ട് പോയി ചൈൽഡ് പ്രൊട്ടക്ഷൻ സെന്ററിൽ മഞ്ചേരിയിൽ. അപ്പോൾ അതിനുശേഷം അവരെ അന്വേഷിച്ച് അവരെ റിപ്പോർട്ട് വരാൻ വൈകിട്ടാണ് ഇപ്പൊ 1 മാസം 1.5 മാസം ആവാറായി. ഈ പെരിന്തൽമണ്ണയിൽ ഇപ്പൊ 2-ാം തീയതിയാണ് FIR പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തത്. ഈ ജൂലൈ 2/7/2025. അതിനുശേഷം 2-ാം നമ്പർ ഒളിവിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി ശരി, വളരെ നന്ദി ശ്രീ അബ്ദുൾ സമദ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിനും. എന്തായാലും മലപ്പുറത്ത് നിന്നാണ് ഈ ക്രൂരതയുടെ വാർത്ത വന്നത്. പെരിന്തൽമണ്ണയിലാണ് ഓട്ടിസം ബാധിച്ച 6 വയസ്സുകാരന് 2-ാം അമ്മയുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ടുവെന്നും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചും എന്നാണ് പരാതി. അധ്യാപിക കൂടിയായ നിലമ്പൂർ വടപുറം സ്വദേശിനി ഉമേറയ്ക്കെതിരെയാണ് ചൈൽഡ് ലൈൻ ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഉമേറ ഇപ്പോൾ ഒളിവിലാണ് എന്നതാണ് കുഞ്ഞിന്റെ മുത്തച്ഛൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കേരള സർവകലാശാലയിൽ അസാധാരണ നീക്കങ്ങൾ. രജിസ്ട്രാർ KS അനിൽകുമാറിനെ തടയാൻ സുരക്ഷാ ഓഫീസർക്ക് VC നിർദ്ദേശം നൽകിയിരിക്കുന്നു. രജിസ്ട്രാർ ചുമതല മിനി കാപ്പന് നൽകി VC ഉത്തരവിറക്കി. VV അരുൺ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, VV അരുണിലേക്ക് നമുക്ക് ഉടനടി മടങ്ങിയെത്താം. എന്തായാലും സസ്പെൻഷനിലായിട്ടുള്ള രജിസ്ട്രാർ KS അനിൽകുമാർ ഇന്ന് ജോലിയിൽ പ്രവേശിക്കാൻ തിരികെ വരും എന്ന് അറിയിച്ചതോടുകൂടി നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. വളരെ വലിയ രീതിയിൽ ഈ വിഷയം, ഈ VC രജിസ്ട്രാർ പോര് ഇനി ഏത് തലത്തിലേക്ക് നീങ്ങും എന്നുള്ളത്. എന്തായാലും അനിൽകുമാർ ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഈ പദവിയിലേക്ക്, ഈ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുവാൻ വേണ്ടി വരുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ ചില നീക്കങ്ങളുമായി VC രംഗത്തേക്ക് എത്തുന്നു എന്നതാണ് സാഹചര്യം. അനിൽകുമാറിനെ തടയാൻ സുരക്ഷാ ഓഫീസർക്ക് VC നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത. രജിസ്ട്രാർ ചുമതല മിനി കാപ്പന് നൽകി VC ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് സർവകലാശാല ഇന്ന് നീങ്ങും എന്നതിൽ ഒരു സംശയവുമില്ല. DYFIയും SFIയും മുൻകൂട്ടി തന്നെ അവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരുന്നു. അതിനിടയിലാണ് VCയുടെ അസാധാരണമായ ചില നീക്കങ്ങൾ കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കൂടുതൽ സാഹചര്യത്തെ സംഘർഷഭരിതമാക്കും, സങ്കീർണമാക്കും എന്നതിൽ തർക്കമില്ല. ഇപ്പോൾ നമുക്ക് സർവകലാശാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയുണ്ട് എന്ന സാഹചര്യത്തിൽ തന്നെ വലിയ പോലീസ് സന്നാഹം അവിടെ സജ്ജമായിരിക്കുകയാണ്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ചില അസാധാരണമായ നീക്കങ്ങളിലേക്ക് കൂടി രണ്ടും കൽപ്പിച്ച് VC ഇറങ്ങുകയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും ഒട്ടും പ്രതീക്ഷിക്കാത്ത പല നീക്കങ്ങളുമായിട്ടാണ് VC ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു രജിസ്ട്രാറെ മാറ്റിയാണ്, അതായത് സസ്പെൻഷനും മറ്റ് നടപടിക്രമങ്ങളും മാറ്റി അതിൽ നിന്നും പുതിയൊരു രജിസ്ട്രാറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു പോര് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. ഇന്ന് പ്രതിഷേധങ്ങൾ നടക്കുന്നു. അതിനൊപ്പം തന്നെ പുതിയ രജിസ്ട്രാറെ നിയമിച്ചിരിക്കുന്നു. പഴയ രജിസ്ട്രാർ, അതായത് സസ്പെൻഷൻ നേരിട്ടുകൊണ്ടിരുന്ന രജിസ്ട്രാർ ഇന്ന് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിലേക്ക് എത്തുമെന്ന് പറയുന്നു. അത്തരത്തിൽ ഇതൊരു മൊത്തത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നാണ്. ഈ ഒരു VC ഈ ഒരു പ്രതിസന്ധിയിൽ ഒട്ടും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയത്. അതും ഇന്ന് തന്നെ അത്തരത്തിൽ സസ്പെൻഷനിലായ ഈ ഒരു രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞതിനിടയിൽ തന്നെയാണ് പുതിയൊരു രജിസ്ട്രാറെ നിയമിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. നിലവിൽ ഈ വലിയൊരു പോലീസ് സന്നാഹമാണ് ഇവിടെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിലനിൽക്കുന്നത്. മാത്രമല്ല വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നും യൂണിവേഴ്സിറ്റി ആസ്ഥാനം സാക്ഷ്യം വഹിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
പറയുന്നത്. ഒപ്പം തന്നെ SFI രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്കുന്നു. അത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വലിയൊരു പ്രതിസന്ധി, കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് സാരംഗ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഒരേ ചുമതല നിർവഹിക്കുവാൻ വേണ്ടി 2 വ്യക്തികൾ ഒരേ സമയം ഇന്ന് അവിടെ രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തുകയാണ്. ഒന്ന് സസ്പെൻഷനിലായ രജിസ്ട്രാറും ഒപ്പം പുതുതായി VC ചുമതല നൽകിയിട്ടുള്ള മിനി കാപ്പനും. അത് വലിയ പ്രതിഷേധങ്ങൾക്ക്, സ്വാഭാവികമായും മിനി കാപ്പനെതിരെയും VCക്കെതിരെയും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കും എന്നതല്ലേ? യെസ്, അരുൺ നമുക്കൊപ്പം സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ചേരുകയാണ്. അരുൺ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സംഘർഷം സമാനമായ സാഹചര്യത്തിന്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെയുള്ള വലിയ പ്രതിഷേധത്തിന് ഇന്നും സാഹചര്യം ഉണ്ടാകും എന്നതല്ലേ VCയുടെ ഈ പുതിയ നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത്? തീർച്ചയായിട്ടും ചൊവ്വാഴ്ച സർവകലാശാല ആസ്ഥാനം അക്ഷരാർത്ഥത്തിൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയത്. മണിക്കൂറുകളോളം SFIയുടെ പ്രതിഷേധം, യുദ്ധ സമാന സാഹചര്യം സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാക്കിയിരുന്നു. ഇന്നലെ പൊതുപണിമുടക്കിന്റെ അവധിയായിരുന്നു. SFIയുടെ ഈ സർവകലാശാല വിവാദങ്ങൾക്കും സമരങ്ങൾക്കുമൊക്കെയും അവധി തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സൂചനയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. 2 കാരണങ്ങളാണ്. ഒന്ന്, സിസ തോമസ് ചുമതല ഒഴിയും മുമ്പ് തന്നെ രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിനെ സർവകലാശാല ക്യാമ്പസിൽ പോലും കയറരുത്, ഓഫീസിൽ കയറരുത്, പ്രത്യേകിച്ച് ക്യാമ്പസിൽ പോലും കയറരുതെന്ന കർശന നിർദ്ദേശം നൽകിക്കൊണ്ട് ഒരു സർക്കുലർ, ഒരു നോട്ടീസ് നൽകിയിരുന്നു. കാരണം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ്. സസ്പെൻഷൻ ഉദ്യോഗസ്ഥൻ അവിടെ കയറാൻ പാടില്ല. പക്ഷേ ആ സസ്പെൻഷൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അനിൽകുമാറും അംഗീകരിക്കുന്നില്ല. അതാണ് അതിലെ ഏറ്റവും വൈരുദ്ധ്യമുള്ള കാര്യം. മറ്റൊരു പ്രശ്നമുള്ളത്, ഇന്നലെ അനിൽകുമാർ മറ്റൊരു നീക്കം കൂടി നടത്തി. അവധിയിലേക്ക് ഇന്നലെ മുതൽ കുറച്ച് ദിവസത്തേക്ക് അവധി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് VCക്ക് കത്ത് നൽകി. അവധിയും മോഹൻ എസ് കുന്നുമ്മൽ, സിസ തോമസ് മാറി മോഹൻ എസ് കുന്നുമ്മലിനാണ് ഇപ്പോൾ സർവകലാശാലയുടെ ചുമതല. മോഹൻ എസ് കുന്നുമ്മൽ പൂർണ്ണമായും അവധി അപേക്ഷ തള്ളി. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്, സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥന്റെ അവധി നൽകേണ്ട കാര്യമില്ല, അനിൽകുമാർ സസ്പെൻഷനിലാണ്. ആ സാഹചര്യത്തിൽ ഇന്ന് അനിൽകുമാറിനെ സർവകലാശാല എത്തിക്കുമെന്ന നിലപാടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിച്ചത്. അദ്ദേഹം ഇപ്പോഴും രജിസ്ട്രാർ തന്നെയാണ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം പിൻവലിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് രജിസ്ട്രാർ. അതിലൊരു മാറ്റവുമില്ല. ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഹൈക്കോടതിയും പറഞ്ഞത് ഉചിതമായ തീരുമാനം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എടുക്കാമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിലൊരു മാറ്റവുമില്ല. അനിൽകുമാർ തന്നെയാണ് രജിസ്ട്രാർ എന്ന് സിൻഡിക്കേറ്റ് നിലപാടെടുക്കുന്നു. അങ്ങനെയെങ്കിൽ അനിൽകുമാർ ഇന്ന് ഇവിടെ വരും. അനിൽകുമാർ വന്നാൽ ക്യാമ്പസിലേക്ക് കയറ്റരുതെന്ന കർശന നിർദ്ദേശം VC നൽകിയിട്ടുണ്ട്. VC സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കടക്കം നൽകിയിട്ടുണ്ട്. ഈ സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള പ്രധാന കവാടത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് പോലീസ് വിന്യാസമാണ് കാണാനുള്ളതെങ്കിൽ അകത്ത് സെക്യൂരിറ്റി സ്റ്റാഫിനെ കൂടി നിയോഗിച്ചുകൊണ്ട് രജിസ്ട്രാർ അകത്തേക്ക് കടക്കുന്നത് തടയാനുള്ള ശ്രമമാകും VC നടത്തുക. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കും ആണ് അത്തരമൊരു നിർദ്ദേശം VC നൽകുന്നത്. രജിസ്ട്രാർ അനിൽകുമാറിനെ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടുകയാണ് നമ്മൾ സർവകലാശാലയുടെ പ്രധാന കവാടം. കഴിഞ്ഞ ദിവസം നമുക്ക് വലിയ സംഘർഷഭരിതമായ സ്ഥലമാണ്, സാഹചര്യമുണ്ടായ സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയാണ്. വലിയ സംഘർഷ സാധ്യത ഇവിടെയുണ്ട്. ഇന്നിവിടെ ഡിവൈഎഫ്ഐയുടെ മാർച്ച് സർവകലാശാലയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ട് പിന്നാലെ ASFന്റെ CPIയുടെ വിദ്യാർത്ഥി സംഘടന ASFന്റെ മാർച്ചും ഇവിടേക്ക് വരും. SFIയുടെ മാർച്ച് രാജ്ഭവനിലേക്കാണ് നേരത്തെ പ്രഖ്യാപിച്ചതെങ്കിലും ഒരുപക്ഷെ അവരുടെ പ്രതിഷേധം കൂടുതൽ ഇവിടേക്ക് വ്യാപിപ്പിക്കാനും ഇടയുണ്ട്. കാരണം VCയെ തടയുകയും VCയെ എതിർക്കുകയും അടക്കമുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കടുത്ത ശക്തമായ സമരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് ഉറപ്പാണ്. ഏതായാലും VCയും സ്റ്റാറും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം 10 മണിയോടുകൂടി VC മോഹൻ എസ് കുന്നുമ്മലും അതുപോലെ തന്നെ രജിസ്ട്രാർ അനിൽകുമാറും സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തും. സ്വാഭാവികമായും 2 പേർക്കെതിരെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അനിൽകുമാറിന്റെ പ്രതിഷേധമാകില്ല, അത് അദ്ദേഹത്തെ ക്യാമ്പസിലേക്ക് കയറ്റരുതെന്ന നിർദ്ദേശം അത് നടപ്പാക്കാനുള്ള ശ്രമമാകും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനിൽകുമാറിനെതിരെ ഇത്തരത്തിൽ കടക്കാതിരിക്കാനുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അനിൽകുമാറിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവിടെ ഓൾറെഡി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ, SFI അടക്കമുള്ള സംഘടനകൾ അനിൽകുമാറിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവിടേക്ക് എത്തുകയില്ലേ? അത് കൂടുതൽ സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കില്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. സ്വാഭാവികമായും അനിൽകുമാറിന് പൂർണ്ണ പിന്തുണയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളും നൽകുന്നത്. സ്വാഭാവികം അനിൽകുമാറിനെ തടയാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അനിൽകുമാർ തടയുകയാണെങ്കിൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അനിൽകുമാർ ഏതായാലും ഇന്നിവിടെ എത്തും എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ അവധി അപേക്ഷ ഇതുവരെയും VC അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവധി അപേക്ഷ തള്ളിക്കളയും ചെയ്തിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അനിൽകുമാർ സ്വാഭാവികമായും ഇവിടേക്ക് എത്തും. അദ്ദേഹത്തെ തടയാൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ശ്രമമുണ്ടായി. പോലീസിനോട് കൂടി ഈ ആവശ്യം VC ഉന്നയിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിച്ചാൽ അത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. മോഹൻ കുന്നുമലിനെതിരെയും പ്രതിഷേധമുണ്ടാകും. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയുള്ളത് മന്ത്രി V ശിവൻകുട്ടി ഗവർണറും ഒക്കെ ഒരുമിച്ച് തൊട്ടടുത്ത മാസ്കർ കോടതിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും ചർച്ചകളും ഉണ്ടാകുന്ന ദിവസമായി തന്നെ ഇന്ന് മാറുകയാണ്. ഏതായാലും ഇവിടെ ഉള്ള നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സർവകലാശാല ആസ്ഥാനത്തേക്ക് അനിൽകുമാർ ഇന്നും എത്തിയാൽ VCയുടെ ശക്തമായ നടപടി, VCയുടെ ഭാഗത്ത് ശക്തമായ നടപടി ഉണ്ടാകും. അതിനൊപ്പം തന്നെ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളും എത്തിയാൽ അത് സമാനതകളില്ലാത്ത സംഘർഷ അന്തരീക്ഷത്തിലേക്ക് സർവകലാശാലയെ കൊണ്ടുവന്നെത്തിക്കുമെന്ന് ഉറപ്പാണ്. അരുണ, ഈ ദിവസങ്ങളായി ഇപ്പോൾ നമുക്കറിയാം സർവകലാശാല ആസ്ഥാനം എത്രത്തോളം സംഘർഷഭരിതമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. VCക്കെതിരെയും ഗവർണർക്കെതിരായുള്ള പ്രതിഷേധം കനക്കുന്നതിനിടയിൽ ഇവിടെ ഇപ്പോൾ VC രജിസ്ട്രാർ പോര് അതൊരു പുതിയ തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നതുകൂടിയല്ലേ? അതുതന്നെയാണ് VC രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം. അതേ സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഗവർണർ VC തമ്മിലുള്ള തർക്കത്തിന്റെ തുടർച്ചയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിന്റെ തുടർച്ചയാണ്. ഭാരതാംബ വിഷയമാണ് എല്ലാത്തിന്റെയും തുടക്കം. പരിസ്ഥിതി ദിനത്തിൽ കൃഷിമന്ത്രി P പ്രസാദ് രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അവിടെ ഭാരതാംബയുടെ എന്ന് പറയുന്ന ചിത്രം വെച്ചുകൊണ്ടുള്ള പുഷ്പാർച്ചന രാജ്ഭവൻ തീരുമാനിക്കുന്നു. അത് ബഹിഷ്കരിച്ചുകൊണ്ട് P പ്രസാദ് തുടങ്ങി വെച്ച ഒരു രാഷ്ട്രീയ സമരമാണ് ഇപ്പോൾ ഈ തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത്. പിന്നീട് മന്ത്രി V ശിവൻകുട്ടി രാജ്ഭവനിൽ നേരിട്ടെത്തി അവിടെ പരിപാടി ബഹിഷ്കരിച്ച് ഗവർണർക്ക് വിമർശനവുമായി രംഗത്ത് വന്നു. അതിനെ തുടർന്നാണ് സർവകലാശാല ആസ്ഥാനത്തും BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയുടെ ഒരു അടിയന്തരാവസ്ഥ വാർഷിക ദിനാചരണ പരിപാടിയിലും സമാനമായ ചിത്രം വയ്ക്കുകയും അതിനെ രജിസ്ട്രാർ സ്റ്റേജിലെത്തി അത് മാറ്റാൻ ആവശ്യപ്പെടുകയും പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടാണ് സർവകലാശാലയിലേക്ക് ഈ വിഷയങ്ങൾ എത്തുന്നത്. ഏതായാലും അതിനെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗങ്ങൾ, നിയമ പോരാട്ടങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പോഴും നിയമ പോരാട്ടങ്ങളുടെ വഴിയിൽ തന്നെയാണ് പ്രശ്നങ്ങൾ ഉള്ളത്. അതിനപ്പുറത്തേക്ക് ക്രമസമാധാന നില തകരാറിലാക്കുന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു. സർവകലാശാല ഒരു സ്ഥിരം സമര കേന്ദ്രമായി മാറുന്നു, സമരവേദിയായി മാറുന്നു. അത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന ആശങ്ക ഉയർന്നു വരുന്നു. ആരാണ് രജിസ്ട്രാർ തർക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർവകലാശാലയിലുണ്ട്. അനിൽകുമാർ തന്നെ രജിസ്ട്രാർ എന്ന അദ്ദേഹവും ഇടത് അംഗങ്ങളും വാദിക്കുമ്പോൾ അങ്ങനെയല്ല, അദ്ദേഹം സസ്പെൻഷനിലാണ്. പകരം ചുമതല നൽകിയ ഹരികുമാറിനോട് ചുമതല ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു. ഉടൻ മറ്റൊരാളെ മിനി കാപ്പൻ എന്ന ഉദ്യോഗസ്ഥയെ, രജിസ്ട്രാറുടെ പദവിയുള്ള ഉദ്യോഗസ്ഥയെ ആ ചുമതല ഏൽപ്പിച്ചു. അവർക്ക് ചുമതല കൈമാറാൻ വലിയ താമസമുണ്ടായി. ആ ഉത്തരവിറക്കാൻ വൈകി. ഏതായാലും ഒടുവിൽ അവർക്ക് ചുമതല കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അനിൽകുമാറും അത് അംഗീകരിക്കില്ല. അങ്ങനെയെങ്കിൽ ആരാണ് രജിസ്ട്രാർ എന്ന അധികാര തർക്കം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഈ രജിസ്ട്രാറുടെ ഈ സർവകലാശാല ആസ്ഥാനത്തെ മുറിയിൽ കഴിഞ്ഞ ദിവസവും അനിൽകുമാർ വന്നിരുന്നു. അദ്ദേഹം ഓഫീസ് അദ്ദേഹം കഴിഞ്ഞ ദിവസവും വന്നിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം സർവകലാശാലയുടെ ഫയലുകൾ മറ്റും പരിശോധിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് സിസ തോമസ്, VC ചുമതലയുണ്ടായിരുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC കൂടിയായ സിസ തോമസ് അനുവദിച്ചില്ല. സിസ തോമസ് ഫയൽ പരിശോധിക്കാൻ വന്നപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു അധികാര വടംവലിയും അതിലൂടെ ഒരു ഭരണസ്തംഭനവും കൂടി സർവകലാശാലയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ നീക്കങ്ങൾക്കും രാഷ്ട്രീയ വിഷയങ്ങൾക്കും അപ്പുറം ഇത്തരത്തിൽ സർവകലാശാലയുടെ ഭരണത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ മാറുകയാണ് ഓരോ ദിവസവും. തീർച്ചയായും VV അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. കേരള സർവകലാശാലയിൽ അസാധാരണ നീക്കങ്ങളാണ്. രജിസ്ട്രാർ KS അനിൽകുമാറിനെ തടയാൻ സുരക്ഷാ ഓഫീസർക്ക് VC നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ സാഹചര്യം. രജിസ്ട്രാർ ചുമതല മിനി കാപ്പന് നൽകി VC ഉത്തരവിറക്കുകയും ചെയ്തു. അപ്പോൾ ഒരേ ചുമതലയിലേക്ക് ചുമതല നിർവഹിക്കുവാൻ വേണ്ടി 2 രജിസ്ട്രാർമാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നു. ഒപ്പം VC കൂടി എത്തുമ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക്, സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്ക് ഇന്നും സർവകലാശാല ആസ്ഥാനം വേദിയാകും, സാക്ഷ്യം വഹിക്കും എന്നതാണ് സാഹചര്യം.
9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും കാണാം. ന്യൂസ് ട്രെൻഡ്സിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.